അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും റോബ്ലോനാണ് ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഗൈസ്. ഗൈസ് ബസ് സിമുലേറ്റർ ഇന്ത്യയാണ് ഗൈസ്. ഞാൻ ഇതിനു മുമ്പ് കുറച്ച് കളിച്ചിട്ടുള്ളൂ. ഇത് പിന്നെ ഞാൻ എൻ്റെ അനിയൻ കളിച്ചുണ്ടാക്കിയാണ്. ഞാൻ പിന്നെ രണ്ടാം വട്ടേ കളിക്കുന്നത്. ഇപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് ബസ് കാണുന്നുണ്ട്. സാധാ KSRTC മോഡലും ലക്ഷറി ബസ്സും മാതിരി രണ്ട് ബസ്സായി കണ്ട് നമുക്ക് കാണാം. പിന്നെ അതൊരു ഓവറോൾ വ്യൂ ഒക്കെയാണ്. ബസ്സിന് നല്ല ഡീറ്റെയിലിംഗ് കൊടുത്തിരിക്കുന്ന ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യൻ്റെ ഒരു ഗ്യാരേജ്, അതേ ഗ്യാരേജാണ് ഗൈസ്. പിന്നെ ഇതിൽ ഡ്രൈവർമാർ 6 ഡ്രൈവർമാർ: ദർശന, ആകാശ്, രാഹുൽ, ബഷീർ, അഞ്ചൽ, കൃഷ്ണ പറഞ്ഞാണ്ട് 6 ഡ്രൈവേഴ്സ് ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ ഉള്ള ദർശന പറഞ്ഞ ഡ്രൈവറാണ്, വൈറ്റ് ഡ്രസ് ഇട്ട ഡ്രൈവറാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ബസ് ഒരു ടോപ്പ് ബസ്സാണ് ഗൈസ്. പിന്നെ നമുക്കൊന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കുമ്പോൾ ടെർമിനൽ ആൻഡ് സ്ട്രീറ്റ് പറഞ്ഞ 2 ഓപ്ഷൻ ഉള്ളത്. ഇപ്പോൾ മാപ്പ് നോക്കുകയാണെങ്കിൽ കൊച്ചി, കോയമ്പത്തൂർ, സേലം, ബാംഗ്ലൂർ, ഹൈദരാബാദ്, മുംബൈ, അഹമ്മദാബാദ് അങ്ങനെ 7 പ്ലേസാണുള്ളത് ഗൈസ്. അപ്പോൾ കൊച്ചി മുതൽ അഹമ്മദാബാദ് തന്നെ വരെ ഒന്ന് കളിച്ചു നോക്കാം. 88,928 കിട്ടുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്കിത് നോക്കുകയാണെങ്കിൽ നിൽക്കുന്നു. അപ്പോൾ നമുക്ക് ബസ്സിനൊക്കെ അടിപൊളി ഡീറ്റെയിലിങ്ങും ഗ്രാഫിക്സൊക്കെ ഒരു കിഡിലോസ്കി ഗ്രാഫിക്സാണ് ഗൈസ്. ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ അൾട്രയിലാണ് ഇട്ടുകൊണ്ട് ചെറിയൊരു സ്റ്റെക്കായാലും നമുക്ക് കാണാം. എന്നാലും ഗ്രാഫിക്സൊക്കെ ഒരു ടോപ്പ് ഗ്രാഫിക്സാണ് ഗൈസ്. അപ്പോൾ നമുക്കിത് നോക്കുകയാണെങ്കിൽ നമ്മൾ നമ്പർ ബോർഡൊക്കെ കാണാം, ക്ലിയർ നമ്പർ ബോർഡ്. നമുക്കിതിൽ മറ്റേ ബസ് സൈഡ് പറഞ്ഞാണ് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയാണ്, ഇത് ബസ് ഇന്ത്യ പറഞ്ഞാണ് ബസ് സിമുലേറ്റർ ഇന്ത്യ ഒന്നാണ്. അപ്പോൾ നമുക്കൊന്ന് ഇവിടുത്തെ പാസഞ്ചേഴ്സിനെ മാറ്റാം. ഇവിടെ 2 പാസഞ്ചേഴ്സ് നമുക്കിവിടെ കയറാണ്ട്, 2 സാരിയൊക്കെ ഇട്ട ഡീറ്റെയിലും ടോപ്പാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ 2 ബസ്സുണ്ട്. പിന്നെ ഇവിടെ കൊച്ചി വാട്ടർ മെട്രോ ഓപ്പറേഷൻ കൺട്രോൾ സെൻറ്റർ പറഞ്ഞാണ്ട് എന്നിട്ട് വെള്ളമൊന്നും കാണുന്നില്ല ഗൈസ്. വാട്ടർ മെട്രോ കൺട്രോൾ സെൻറ്റർ ആണല്ലോ ഗൈസ്, സോറി. അപ്പോൾ ഗൈസ് പിന്നെ നമ്മൾക്ക് ഇവിടുന്ന് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ബസ് സ്റ്റാൻഡ് ടോപ്പാണ് ഗൈസ്. അപ്പോൾ നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ഇൻറ്റീരിയർ വ്യൂ നമുക്കൊന്ന് കുറച്ച് ഓടിച്ച് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മളിതൊന്ന് ഗിയർ കിട്ടുന്നത് ഗൈസ്, മറ്റേ മാനുവൽ ഗിയർ ആക്കിയാണ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഇട്ട് ഓടിച്ചാണ്. സെക്കൻഡ് ഗൈസ് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ നമുക്ക് ഇതിൽ റോഡ് സൈഡിൽ നമുക്ക് കുറച്ച് പ്ലേയേഴ്സിനൊക്കെ കാണാം, NPC നമുക്ക് കാണാം. ഗിയർ സുഖമല്ലേ ഗൈസ്, നമ്മൾ നോട്ടൊക്കെ ഇട്ടുകണേ. അപ്പോൾ ഗൈസ് നമുക്കിത് കുറച്ച് NPC നമുക്കിത് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ സൈഡിലൊരു ബസ്സും ഡിവൈഡറൊക്കെ ഒരു ടോപ്പ് ഗെയിമാണ് ഗൈസ്, കണ്ടിടത്തോളം ഒരു ടോപ്പ് ഗെയിമാണ്. പിന്നെ സ്ഥലങ്ങൾ കുറച്ചേ ഉള്ളൂ ഇതിൽ. നമുക്കൊന്ന് അപ്ഡേഷനിൽ വരുമ്പോൾ റെഡി ആക്കി തരാം. പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ ബ്രിഡ്ജ് ഓവർ ബ്രിഡ്ജ് കൊടുത്താണ്, ഒരു കിടിലം ബ്രിഡ്ജാണ്. പിന്നെ നമ്മൾ തിരിക്കുമ്പോൾ ഇവിടെ കടക്ക് പേരൊക്കെ ഉണ്ട് ഗൈസ്. ശക്തി ഇലക്ട്രോണിക്സ്, യുണീക്ക് ഇലക്ട്രോണിക്സ് പറഞ്ഞാണ്ട് നമ്മളെ കൊച്ചിത്തെ. പിന്നെ ഇതാക്കണേ പോലീസിൻ്റെ ചിഹ്നം കാണിച്ച്, സൈഡിൽ ലോഡ്ജ്, കുറച്ച് വീടുകൾ ഒക്കെ ഉണ്ട്. സൈഡിൽ ഇങ്ങനെ ആൾക്കാരിങ്ങനെ നടന്നു പോകുന്നുണ്ട്. പിന്നെ സ്കൂൾ കുട്ടി നടന്നു പോകുന്നുണ്ട്. പിന്നെ അവിടെ ബസ് സിമുലേറ്റർ ഇന്ത്യൻ്റെ ആഡ് കൊടുത്തിരിക്കണം. അപ്പോൾ ഓവറോൾ കിടിലൻ ഗെയിമാണ് ഗൈസ്. അപ്പോൾ ബസ് എങ്ങനെയുണ്ടോ ഇൻറ്റീരിയർ നമ്മൾ പ്രൈവറ്റ് ബസ്സിനാണ് ഒന്നും കൂടി മോഡേൺ ആയിക്കൊണ്ടുള്ള ബസ്സിൻ്റെ മാതിരിയാണ് എനിക്ക് തോന്നിക്കേണ്ടത് ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി ഇങ്ങനെ ഓടിച്ചു നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സ്പീഡുണ്ട് ഗൈസ്. ഇപ്പോൾ 112 km/h ഗൈസ് ഞാൻ ഓടിക്കേണ്ടത്. അപ്പോൾ സൈഡിൽ വണ്ടി ടോപ്പ് വണ്ടിയാണ് കേട്ടോ ഗൈസ്. ഗൈസ് ഇവിടുന്ന് നമുക്ക് ആൾക്കാരെ കയറ്റാനില്ല, ഇവിടുന്ന് ആൾക്കാരെ കയറ്റാണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ആൾക്കാരെ കയറ്റാം. ഇവിടുന്ന് നമുക്ക് ഡോറ് തുറന്നാൽ നമുക്ക് ആൾക്കാരെ കൊണ്ടുപോകും ഗൈസ്. 1 2 3 4 5 ആൾ ഇവിടുന്ന് കയറുന്നുണ്ട് ഗൈസ്. ഓൾറെഡി നമ്മളെ ബസ്സിൽ 2 ആളുണ്ട്. പിന്നെ നമുക്കൊരു 5 ആളും കൂടി കയറ്റിയാണ്ട് 7 ആൾക്കാരെ ഇപ്പോൾ ബസ്സിലാവും ഗൈസ്. അതിൻ്റെ ഡ്രസ്സൊക്കെ നോക്കി. അതേമാതിരി നമ്മൾ സൈഡിൽ നിൽക്കണ വണ്ടിൻ്റെ ഡീറ്റെയിലിംഗ് നോക്കിയോ, അതിൻ്റെ നമ്പർ പ്ലേറ്റ് KL 39MU. ഏതാ നമ്പർ പ്ലേറ്റ്, ഏതാ ഡീറ്റെയിലിങ്. ആ മേലെയോ നമ്മളെ ബസ്സിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ പക്കാക്കി കൊണ്ടു നിൽക്കണം ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇതിങ്ങനെ പോകുകയാണെങ്കിൽ കിടിലൻ ഗെയിമായി കണ്ടാണ് ഗൈസ്. ഇവിടുന്ന് സൈഡിൽ തന്നെ ഞാൻ അടുത്ത ആൾ കൊണ്ടുവരണ്ടേ. ഈ ഹൈവേ ഒക്കെ നോക്കുകയാണെങ്കിൽ ആവറേജ് ഹൈവേൻ്റെ കട്ടുണ്ട് ഗൈസ്. ഇവിടുന്ന് 3 ആൾക്കാരെ കയറ്റുണ്ട് ഗൈസ്.
ഇപ്പോൾ ഗൈസ് നമ്മളവിടെ പ്ലേയേഴ്സിനെ ഏറ്റവും ഒന്ന് കട്ട് ചെയ്തപ്പോൾ തന്നെ ഗൈസ് മഴ വന്നാണ്. മഴ വന്നപ്പോൾ അതിൻ്റെ സീൻ തന്നെ മാറി ഗൈസ്. ഇപ്പോൾ ഒരു കിഡിലോസ്ക്ക് സീനായിക്കണ ഗൈസ്. നമ്മൾ സൈഡിലൊരു താറ് മാറി ഒരു വണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ബ്രേക്ക് ഒന്ന് കട്ട് ചെയ്തിരിക്കണേ ഗൈസ്. അപ്പോൾ ഇങ്ങനെ പോകാൻ ഒരു ഡ്രൈവ് ടു ബാംഗ്ലൂർ എന്ന് കാണിച്ചിട്ടുണ്ട്. ഇതൊന്നൊരു സ്ട്രീറ്റ് ഡ്രൈവിംഗ് ആണ് ഗൈസ്. നമുക്ക് ഇതേ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമുക്കിങ്ങനെ പോകുമ്പോൾ സൈഡിൽ വേറൊരു വസ്തുത. ഗൈസ് ഡ്രൈവിങ് ഒരു വൈബ് ഡ്രൈവിംഗ് ആണ് ഗൈസ്. ഒരു നമ്മൾ ഇങ്ങനെ എങ്ങനെ ഒരു പാട്ടൊക്കെ ഇട്ട് ഓടിക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് കിഡിലും ഡ്രൈവ് ചെയ്യണം. അപ്പം ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് കയറി നോക്കി വേറെ സൈഡിൽ ഒന്ന് കയറി നോക്കിയപ്പോൾ ഒരു എന്തൊക്കെ ഒരു വില്ലമാതിരി കണ്ട ഒരു വീട് ഇതാക്കണം ഗൈസ്. അപ്പോൾ ഒരു വീടിൻ്റെ ഇതൊക്കെ ഡീറ്റെയിലിങ് നോക്കാം ഗൈസ്. ഒരു AC-യും ഒരു കിഡിലും ഡീറ്റെയിലിങ് കൊടുത്തിക്കണേ. അപ്പോൾ ഗൈസ് നമുക്കിതൊന്ന് വണ്ടി എടുക്കാം. ഗൈസ് നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ടാകുമ്പോൾ അപ്പോൾ നമുക്ക് ഒന്ന് ഈ യാത്ര കണ്ടിന്യൂ ചെയ്യാട്ടെ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിങ്ങനെ പോകുകയാണ്. ഇവിടെ വേറെ വണ്ടി കുറേ വണ്ടികളുണ്ട്. അപ്പോൾ നമ്മളെ ഡ്രൈവിങ് ടോപ്പായതുകൊണ്ടാണ് ഗൈസ് നമ്മളിങ്ങനെ പോകുന്നത്. അപ്പോൾ ഗൈസ് ഇവിടെ സൈഡിൽ കുറേ ആൾക്കാരെ എടുക്കേണ്ട ലോഡ്ജ്, പിന്നെ കുറേ കടകൾ, ഷോപ്പ് അങ്ങനെയൊക്കെ ഉണ്ട് ഗൈസ്. പിന്നെ അങ്ങനെ പോകുകയാണെങ്കിൽ ഇവിടുന്ന് നമുക്കൊരു കുറച്ച് ആൾക്കാരെ കയറ്റാണ്ട് നമുക്കൊന്ന് ആൾക്കാരെ കയറ്റാം. ഇവിടുന്ന് എത്ര ആൾക്കാർ കയറും നോക്കാം. ഒരാൾ കയറി. ഇനി രണ്ടാൾ കയറി കഴിഞ്ഞു ഗൈസ്. രണ്ടാളുള്ളൂ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ നമുക്കൊന്ന് പെട്രോൾ പമ്പൊക്കെ ഒന്ന് കയറി നോക്കാം. ഇവിടെ നമ്മൾ വസുമലട്ടർ ഇന്തോനേഷ്യത്തെ പെട്രോൾ പമ്പ് മാറിയാണോ അതോ വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കാം. പെട്രോൾ പമ്പ് ഒരു മഞ്ഞ തീമിൽ യെല്ലോ തീമിലാണ് ഗൈസ് പെട്രോൾ പമ്പ് വന്നിരിക്കുക. നമുക്കൊന്ന് അടിച്ച് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മളവിടെ പെട്രോൾ പമ്പ് ഒന്ന് പെട്രോൾ അടിക്കാണ് ഗൈസ്. അപ്പോൾ പെട്രോൾ അടിക്കുമ്പോൾ നമുക്കിവിടെ നമ്മൾ 9 ലിറ്ററാണ് ഗൈസ് നമ്മൾ അടിച്ചത്. 135 രൂപ നമുക്ക് ഇതിനായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്കിത് ബാക്കി നമ്മൾ ഡ്രൈവിംഗ് ഒന്ന് ചെയ്യാം. അപ്പോൾ ഡ്രൈവിംഗ് കണ്ടിന്യൂ ചെയ്യാം ഗൈസ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പെട്രോൾ പമ്പ് അടിപൊളിയാണ് കേട്ടോ ഗൈസ്. നമ്മൾ ഇന്തോനേഷ്യത്തിനാണ് എനിക്കൊന്ന് ഇഷ്ടപ്പെട്ടാണ് ഗൈസ് നമുക്ക് ഈ പെട്രോൾ പമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ നോക്കണം. സൈഡിലൊരു ഓട്ടോറിക്ഷ പോകണം നോക്കുക ഗൈസ്. നല്ല ബ്യൂട്ടിഫുൾ ആയിക്കണല്ലേ ഗൈസ്. അപ്പോൾ ഗൈസ് ഈ ഓഡിയോ ഒരു ഫണ്ണിയൊക്കെ ഉണ്ടല്ല, നിങ്ങൾക്കൊന്ന് നോക്കുക ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. അപ്പോൾ ഇവിടെ നമുക്കൊരു 2 ആൾക്കാരെ നമുക്കിവിടെ ഇറക്കാൻ കയറ്റാണ്ട് ഗൈസ്. 2 പാസഞ്ചേഴ്സിനെ 2 അതോ 5 പാസഞ്ചേഴ്സിനെ നമുക്കിവിടെ ഇറക്കണം. ഒന്ന് നോക്കട്ടെ. 1 2 3 4 5 പാസഞ്ചേഴ്സിനെ ഇവിടെ കയറ്റാണ്ട്. അപ്പോൾ നമുക്ക് അവരെ കയറ്റാണ്ട് നമുക്ക് നമ്മളെ യാത്ര കണ്ടിന്യൂ ചെയ്യട്ടെ ഗൈസ്. അപ്പോൾ അവർ കയറ്റിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യാം ഗൈസ്. ഇപ്പോൾ നമ്മൾ ഇന്തോനേഷ്യത്തെ ഇതൊക്കെ ഇവിടെ ഒരു റിപ്പയർ ഷോപ്പുണ്ട്. വസുമലട്ടർ ഇന്തോനേഷ്യ എങ്ങനെ അതേമാതിരിയാണോ നമുക്കൊന്ന് കയറി നോക്കാം. ഇവിടെ 8000 അവിടുത്തെ രൂപയായിരുന്നു. ഇപ്പോൾ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ബസ്സിനൊക്കെ 20 ലക്ഷമാണ്. അതേമാതിരി ഇത് വില കൂടിക്കണം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മളിവിടെ കയറി. ഇതും ഗൈസ് 8000 രൂപ തന്നെയാണ്. ഇത് രൂപയാണ്. അത് ഇന്തോനേഷ്യ അവിടുത്തെ പൈസ ആയിരുന്നു ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യണം ഗൈസ്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കുക ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിവിടെ നമ്മൾ ബസ് റിപ്പയർ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മളെ യാത്ര കണ്ടിന്യൂ ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുമ്പോൾ ഒരു ബസ്സാറിന് മുമ്പ് ചാടി നമ്മൾ മുമ്പ് ചാടി ആ വണ്ടിൻ്റെ മുമ്പിൽ. ആ വണ്ടി അത് മസ്താങ്ങിൻ്റെ ഒരു കട്ടില്ല ഗൈസ്. ഒരു വണ്ടി കൂടി ഉണ്ടോ ഗൈസ്, നമുക്ക് കയറി പോകാം ഗൈസ്. ഇപ്പോൾ നമ്മൾ കയറിയ ഡ്രൈവിങ്ങിനെ പറ്റി എന്താണ് ഗൈസ് നിങ്ങൾക്ക് പറയാനുള്ളത്? അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഇതിൽ കൊച്ചി ടു അഹമ്മദാബാദാണ് നമ്മൾ റൂട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് പോകുന്ന വഴിക്കൽ നമുക്ക് വയനാട് ചുരമൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇതിൽ നോക്കുകയാണെങ്കിൽ ടാങ്ക് വിസിറ്റ് ചെയ്യുന്ന കാണിച്ചിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ വയനാട് ചുരത്തിൽ നമുക്ക് കയറാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ അത് കൂട്ടാൻ പറ്റും. അത് കുറച്ച് ലെങ്തി ആയി പോകും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അത് കൂട്ടാം. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനി വീണ്ടും കാണാവുന്ന പ്രതീക്ഷയുടെ പ്രോബ്ലമിനോ ചാനൽ നിങ്ങളോട് ബൈ പറയുന്നു. ബൈ.